ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവരെ, അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഓരോ മനുഷ്യന്റെയും ഈ ലോക ജീവിതത്തിൽ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ ജീവിത ഭീതികളിൽ മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുന്നുവെങ്കിൽ പലപ്പോഴും നാം ഇടറി വീഴുന്നവരും പരാജയപ്പെട്ടു പോകുന്നവരും പ്രത്യാശയില്ലാത്തവരും ആയിത്തീർന്നു പോയേക്കുവാൻ വളരെയേറെ സാധ്യതകളുണ്ട്. എന്നാൽ മാനസാന്തരമുള്ള ഒരു വ്യക്തി പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച ഈ ലോകത്തു കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കും. ഒരു ബന്ധനങ്ങളുമില്ല, പൂർണ്ണമായും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന്. അപ്പോൾ ജീവിതത്തിൽ ദൈവം നൽകുന്ന മാനസാന്തരം നമുക്ക് ഉണ്ടായെങ്കിൽ അത് വരും തലമുറകൾക്കും അതൊരു നല്ല മാർഗമായി കാണുവാൻ കഴിയും. അവർക്കത് സ്വീകരിക്കുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയും. അവർ മറ്റുള്ളവർക്കും മാതൃകയായി തീരുവാനിടയായി. കാരണം ഇന്ന് നാം മനസ്സിലാക്കുന്നത്, ഈ ലോകത്ത് മദ്യവും മയക്കുമരുന്നുമൊക്കെ എത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടെന്നും എത്രയെത്ര ജീവിതങ്ങൾ തകർന്നു പോയിരിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിൽ ഞാനും മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ദൈനംദിന ജീവിതത്തിന് നാം ബുദ്ധിമുട്ടുമ്പോൾ അതിനുള്ള വരുമാനം കണ്ടെത്തി അതിൽ നല്ലൊരു ശതമാനവും സ്വന്തമായി ദുർവിനിയോഗം ചെയ്യുമ്പോൾ യഥാർത്ഥമായും അത് അനുഭവിക്കേണ്ടവർ വീടുകളിൽ ദാരിദ്ര്യവും മരിച്ചുപോയ സ്വപ്നങ്ങളുമായി ഇരിക്കുന്നത് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മെ നയിക്കുന്നത് സുബോധം അല്ല. കാരണം സുബോധമില്ലാത്ത മനുഷ്യൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നുപോൽ കണക്ക് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് ഒരു മാസം കഷ്ടിച്ച ഒരു 10-12 ദിവസം അദ്ദേഹത്തിന് ജോലി കാണും. ബാക്കി ദിവസങ്ങളൊന്നും അദ്ദേഹത്തിന് ജോലിയില്ല. അഥവാ ജോലി ഉണ്ടെങ്കിൽ തന്നെയും അതിന് പോകുവാനുള്ള ആരോഗ്യമോ അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടിയല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഞാൻ പറയുകയാണ്. അപ്പോൾ യഥാർത്ഥമായും ഇതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് വീട്ടിൽ എന്നെ കാത്തിരിക്കുന്ന എന്റെ ഭാര്യയും മക്കളും. അവരനുഭവിക്കേണ്ടതാണ് ഞാൻ നശിപ്പിച്ചു കളയും.
നാം ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയെന്നാൽ അത്തരം പേർ മനുഷ്യർക്ക് ജനിക്കുന്ന അനേക കുട്ടികൾ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവരിന്ന് സമൂഹത്തിൽ വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഇടയാക്കുന്നത് ഈ മാതാവല്ല പിതാവാണ് അതിന് കാരണക്കാരൻ. എന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഒരു സമാധാനവുമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. വീട്ടിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അത്തരം അവസ്ഥ അനുഭവിച്ചതിനു ശേഷമാണ് ഞാൻ സുവിശേഷം കേൾക്കുകയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എന്നെ ഇതുവരെയും പരാജയപ്പെടുത്തി എന്നെ നശിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ തകർച്ചുകൊണ്ടിരുന്ന ഈ ലോകത്തെ ജയിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയ ഇടങ്ങളിലൊക്കെയും എനിക്ക് വിജയിക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തി നൽകിക്കൊണ്ട് എന്നെ മുൻപോട്ട് നയിച്ചു. ആ സാക്ഷ്യമാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ 23 വർഷമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കൂടി കടന്നുപോയി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷ യേശുക്രിസ്തുവിൽ മാത്രം. നമ്മുടെ ആത്മാവിന്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നു ക്രിസ്തു മാത്രം കൂടി. ക്ഷണികമായ ഈ ജീവിതത്തെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും അത് നല്ലൊരു മാർഗത്തിലാക്കുവാനും ഒരു നല്ല കുടുംബത്തെ അടിസ്ഥാനമുള്ള ഒരു നല്ല കുടുംബത്തെ പണിതെടുക്കുവാനും നമ്മെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്റെ ജീവിതത്തിലെ അനുഭവം. 23 വർഷമായി മദ്യപിക്കുകയോ പുകവലിക്കുകയോ അതുപോലെ തന്നെ മറ്റു പുകയിലെ ഉൽപ്പന്നങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതിനു മുമ്പ് ഇതിനൊക്കെയും ഞാൻ അടിമയായിരുന്നു. അതില്ലാതെ ജീവിക്കുന്ന അവസ്ഥ തന്നെ വളരെ കുറവായി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുദൃഢമായ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകണമെങ്കിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മെ പ്രാപ്തരാക്കും. നമ്മുടെ ഭാരങ്ങളെയൊക്കെയും അവന്റെ മേലിട്ടുകൊള്ളുക. ഭാരങ്ങൾ ചുമക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. പലപ്പോഴും ജീവിതഭാരങ്ങൾ അനേകരുടെയും ജീവനെ തന്നെ നഷ്ടമാക്കിയിട്ടുണ്ട്. ആരും സഹായിക്കുവാനില്ല, യാതൊരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥ മനുഷ്യൻ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ കഷ്ടതയും ഭാരങ്ങളുമൊക്കെ അവന്റെ മേലിട്ടുകൊള്ളുക. നാം പരാജയപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്നൊക്കെയും ദൈവമായ കർത്താവ് നമ്മെ വിടുവിക്കും, നമ്മെ രക്ഷിക്കും, മാത്രവുമല്ല നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും ദൈവം തരുന്ന സന്തോഷവും നമുക്ക് ഒരുമിച്ച് പങ്കിടുവാൻ കഴിയും. നമ്മുടെ ഭവനങ്ങളിൽ ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ പ്രകാശം, ഒരു പുതിയ അവസ്ഥ അത് ലഭിക്കും. എന്റെ ജീവിതത്തിൽ അത് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കുറെ സമ്പത്ത് വാരി ഉള്ളത് കൊണ്ടൊന്നും യഥാർത്ഥമായും ഒരു സമാധാനമല്ല നമുക്ക് ലഭിക്കുന്നത് എന്ന് ഓർക്കണം. എത്ര വില കൂടിയ ഒരു മുറിയും ഒരു കിടക്കയും ഉണ്ടെങ്കിലും മനസ്സിൽ സമാധാനമില്ല എങ്കിൽ നാം എങ്ങനെ ഉറങ്ങും? അപ്പോൾ മനസ്സിൽ നല്ല സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെയും യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് സമാധാനം ലഭിക്കും.
യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരു കഴുകന്റെ അവസ്ഥ. കഴുകൻ ഉന്നതങ്ങളിലേക്ക് പറന്ന് കയറുന്ന ശക്തനായ ഒരു പക്ഷിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും അവന്റെ ജീവിതമാർഗം അവൻ എത്ര ഉന്നതനാകുവാനും അവന് കഴിയും. കാരണം ദൈവം അവനെ പറക്കുവാൻ പഠിപ്പിച്ചിരിക്കുന്നു, ശക്തനാക്കിയിരിക്കുന്നു. അതാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും നാം ക്ഷീണിച്ചു പോകേണ്ടതില്ല. ക്ഷീണമൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നൽകുക. എവിടെയാണ് നാം ക്ഷീണിച്ചു പോയത്? എന്തിനാണ് നാം ക്ഷീണിച്ചത്? ഭക്ഷണമില്ലാതെയായിട്ടോ, വസ്ത്രമില്ലാതെയായിട്ടോ, സമ്പത്തില്ലാതെയായിട്ടോ? അതിലൊന്നും പ്രിയമുള്ളവരെ നാം തളർന്നു പോകേണ്ടത് ആവശ്യമില്ല. ഇതൊക്കെയും നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അല്പസമയത്തേക്ക് മാത്രമാണ് നമ്മെ അണിയിക്കുവാനും ഒക്കെ കഴിയുന്നതെങ്കിൽ ദൈവം അങ്ങനെയല്ല നമ്മെ കാണുന്നത്. ദൈവം നിത്യത വരെ, അവസാനം വരെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ ആവശ്യങ്ങളെയൊക്കെയും സാധിച്ചു തരും എന്നോർക്കുക. തളർന്നു വീഴുകയോ തളർന്നു പോവുകയോ ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് വ്യാകുലപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്ന് ഇവിടെ കാണുവാൻ കഴിയും. മലാഖിയുടെ ലേഖനം 4:2 പറയുന്നു: എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഇരിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാണ്. തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന ഒരു പശുക്കിടാവ് എപ്രകാരം തുള്ളിച്ചാടി തൊടികളിൽ കൂടി ഓടി നടക്കുന്നുവോ അതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും അവന്റെ ജീവിതവും. നീതിസൂര്യന്റെ ചിറക്. നീതിസൂര്യൻ എന്ന് പറയുമ്പോൾ അത് രോഗോപശാന്തിയോട് നമ്മുടെ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കും. നമ്മുടെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ബലവും ഉണ്ടെങ്കിൽ ഒരു രോഗത്തിനും നമ്മെ കീഴടക്കുവാൻ കഴിയുകയില്ല, നമ്മെ തളർത്തുവാനും കഴിയുകയില്ല. അതാണ് നമ്മളിലുള്ള വിശ്വാസം. അപ്രകാരമാണെങ്കിൽ നമുക്ക് രോഗമുള്ളവർ നാം രോഗമുള്ളവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നീതിസൂര്യൻ പാപത്തിലുള്ള എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും. സാധാരണ ഒരു മുറിവ് നമ്മുടെ ശരീരത്തുണ്ടായാൽ അത് മരുന്ന് പുരട്ടി നമുക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തിന്റെ ആഴങ്ങളിലേറ്റ മുറിവിനെ അപ്രകാരം സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവോ നമ്മോട് ചേർന്നിരുന്ന് നാം വേദനിക്കുമ്പോൾ അവന്റെ ആണിപ്പഴുത ഉള്ള കരങ്ങൾ കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ സമാധാനിപ്പിക്കുകയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും പ്രത്യാശയും നമുക്ക് തിരിച്ചു തരികയും ചെയ്യും എന്നുള്ളത്. മനുഷ്യന്റെ ഹൃദയത്തിൽ മുറിവേൽക്കുന്നത് അവനിലുള്ള പാപം നിമിത്തമാണ്. ആ പാപത്തെ ദൈവം തന്റെ രക്തത്താൽ കഴുകി നമ്മെ ശുദ്ധരാക്കും. അതിനാണ് പ്രിയമുള്ളവരെ തിരുവെഴുത്ത് പറയുന്നത്,
2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടു മരിച്ചു, അടക്കപ്പെട്ടു 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ദൈവത്തിന്റെ പുത്രനായ യേശു തന്റെ സകല സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് സ്വർഗീയ മഹിമയെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ യാഗമായി നൽകുവാൻ വേണ്ടിയാണ്. അതാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നീതിസൂര്യൻ പാപത്തിലുള്ള എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും. പാപം നിമിത്തം നമ്മുടെ ഹൃദയമാണ് മുറിയുന്നത്. ആ മുറിയിനെ സൗഖ്യമാക്കുവാനാണ് യേശു തന്റെ ജീവനെ നൽകിയത്. സങ്കീർത്തനം 139:9 ഞാൻ വൃക്ഷത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്ത ഒരു മനുഷ്യൻ. വൃക്ഷത്തിന്റെ ചിറകെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരവസ്ഥ. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച ദൈവത്തിങ്കിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. അപ്പോൾ നമ്മൾ സമുദ്രത്തിന്റെ അടിയിൽ പോയിരുന്നാലും അവിടെയും ദൈവത്തിന്റെ കണ്ണുകൾ നമ്മെ കണ്ടെത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പ്രഭാതത്തിന്റെ ശീർഗമനം കാണിക്കുന്നു ഭയവും പ്രതിരോധവും. നമ്മൾ ഭയപ്പെടും, നമ്മൾ പ്രതിരോധിക്കുവാൻ ശ്രമിക്കും, എന്നാൽ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകും. സങ്കീർത്തനം 17:9 എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പീഡിപ്പിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് പോരാടുന്ന എല്ലാ ശത്രുക്കളെയും നമുക്ക് നേരിട്ട് കാണുവാനോ അവരെ പ്രതിരോധിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ നമ്മുടെ ശത്രുക്കളെ നമ്മെ നശിപ്പിക്കുവാനും നമ്മെ തകർച്ചു കളയുവാനും എഴുന്നേറ്റ് വരുന്ന ശത്രുവിനെ ദൈവം മുൻകൂട്ടി കാണുകയും അവനെ ദൈവം തന്നെ നശിപ്പിക്കുകയും തകർത്ത് കളയുകയും ചെയ്യും എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്നെ മറച്ചു, നിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ദൈവത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടുകയോ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അവർ പ്രത്യാശയുള്ളവരായിരിക്കും എപ്പോഴും. മത്തായിയുടെ സുവിശേഷം 23:37 പറയുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തു കൊള്ളും പോലെ നിന്റെ മക്കളെ ചേർത്തു കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. യേശു പറഞ്ഞ ഹൃദയസ്പർശിയായ വാക്കാണ്. ഇപ്പോഴും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയെന്ന ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവകാശങ്ങളായി തീരാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. യെരൂശലേമേ യെരൂശലേമേ, ഞാൻ അയച്ച പ്രവാചകന്മാരെ കല്ലെറിയുകയും എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കൊല്ലുകയും ചെയ്തോളെ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു എന്ന്. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മെ ദൈവം സ്നേഹിക്കുന്നു, യേശു നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴമാണ് പ്രിയമുള്ളവരെ നമുക്കിവിടെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. ആയതിനാൽ സമയം ആസന്നമായിരിക്കുന്നു. ഇനി സമയമില്ല. ഒരു മനുഷ്യന്റെ ജീവിതം
വയസ്സ് എത്രയെന്ന് ആർക്കെങ്കിലും മുൻകൂട്ടി എന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും, ഞാൻ നാളെ 3 മണിയാകുമ്പോൾ ഇവിടുന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അടുത്ത മാസം 13-ാം തീയതി ഞാൻ മരിച്ചു പോകും എന്നെങ്കിൽ ആർക്കെങ്കിലും ഒരു മനുഷ്യനെങ്കിലും അവനെ പറ്റിയെന്ന് പറയുവാൻ കഴിയുമോ? അതാണ് മനുഷ്യൻ, ക്ഷണികനായ മനുഷ്യൻ. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇനിയും താമസിക്കരുതേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും തലമുറയോടും അത് അനുഗ്രഹമായി ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും.